ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതി നാളെ പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. ബുധനാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകാനാണ് സുമയ്യയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇതുവരെയുള്ള ചികിത്സാ രേഖകൾ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരാക്കണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുകയാണ് മനീഷ് മഹിപാൽ. മനീഷ്, ഗുഡ് മോർണിംഗ്. 24 ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നം, അതിൽ നടപടികൾ ഉണ്ടാകുന്നതിൽ നമ്മൾ സന്തുഷ്ടരാണ്. ഒപ്പം തന്നെ ഈ സുമയ്യയ്ക്ക് എന്ത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? എന്തൊക്കെ രേഖകൾ ഹാജരാക്കേണ്ടി വരും? ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവം 24 ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ആ വിഷയം ചർച്ചയാകുന്നു, അതിൽ നടപടികൾ ഉണ്ടാകുന്നു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷെ, ഈ സുമയ്യയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്, പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്ന് വിദഗ്ധ സമിതിയാണ്. ആരോഗ്യമന്ത്രി അറിയിക്കുന്നതനുസരിച്ച് വിദഗ്ധ സമിതി നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി വിപുലീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് സുമയ്യയോട് നാളെ മൊഴിയെടുക്കാനായി ഹാജരാകാൻ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പോലീസ് ആവശ്യപ്പെടുന്ന RCCയിലും ഒപ്പം തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളടക്കം ജനറൽ ആശുപത്രികളടക്കം ചികിത്സ തേടിയ ചികിത്സാ രേഖകളൊക്കെ തന്നെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ ഈ മൊഴിയെടുപ്പിന് മുമ്പായി തന്നെ വിദഗ്ധ സമിതി രാവിലെ 10 മണിക്ക് യോഗം ചേരും. 10 മണിക്ക് യോഗം ചേരുമ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കൂടി യോഗത്തിൽ പങ്കെടുക്കും എന്ന വിവരമുണ്ട്. ഇതിൻ്റെ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു, ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്, ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും മരുന്നുകൾക്ക് വേണ്ടിയിട്ടും ഞരമ്പ് കിട്ടാതെ വന്ന സമയത്താണ് സെൻട്രൽ ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഗൈഡ് വയർ ഇട്ടത്. പക്ഷേ ഗൈഡ് വയർ പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് നീക്കം ചെയ്യാൻ വിട്ടത് വലിയ ഗുരുതരമായ വീഴ്ച എന്ന രീതിയിലാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നതും ആരോഗ്യ വിദഗ്ധരും ആ രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഏത് രീതിയിൽ വരുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. സമാന്തരമായി പോലീസിൻ്റെ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ സുമയ്യ എന്ന 26-കാരി അനുഭവിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ശസ്ത്രക്രിയ നടന്നെങ്കിലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്വാസമുട്ടലൊപ്പം തന്നെ കിതപ്പടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് നീതി വേണം, ഈ ട്യൂബ് അവിടെ നിന്ന് മാറ്റണം, ഗൈഡ് വയർ മാറ്റണം എന്നുള്ള കാര്യമാണ് സുമയ്യയ്ക്ക് ഉള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ധമനിയോട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗൈഡ് വയർ പുറത്തേക്ക് എടുക്കുക അത് പ്രായോഗികമല്ല. അത് മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു ഓപ്പൺ സർജറി ഇപ്പോഴും നടത്തിയാൽ അത് ഈ സുമയ്യയുടെ ജീവനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സുമയ്യയെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദഗ്ധ സമിതി മൊഴി നൽകിയ ശേഷം പരിശോധനകൾ കൂടി ഉണ്ടാകും. ഏത് വിധത്തിൽ ഇത് പുറത്തേക്ക് ഈ ട്യൂബ് അല്ലെങ്കിൽ ഗൈഡ് വയർ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ നടപ്പിലാകുമോ എന്ന കാര്യം കൂടി വിദഗ്ധ സമിതി അന്വേഷിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുക. ക്രിസ്റ്റീന, ശരി. വിദഗ്ധ സമിതിക്ക് മുന്നിൽ സുമയ്യ മൊഴി നൽകാനെത്തും. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.